പെൺകുട്ടിയുടെയും യുവാവിന്റെയും വിവാഹ ദിവസമായിരുന്നു. പെട്ടെന്ന് അതിഥികൾ ഫോൺ നോക്കാൻ ഒരുങ്ങുന്നു. എന്താണ് കാര്യമെന്നറിയാൻ പെൺകുട്ടിയും ഫോൺ നോക്കുന്നു. 2 വർഷമായി കാണാതായിരുന്ന അവളുടെ മുൻകാമുകൻ ഒരു ലൈവ് സ്ട്രീമിൽ വന്നിരിക്കുകയാണ്. പെൺകുട്ടി അവന്റെ മാത്രം വധുവാണെന്ന് പറഞ്ഞ് ഒരു മോതിരം ലൈവ് സ്ട്രീമിൽ അയാൾ കാണിക്കുന്നു. വീട് മുഴുവൻ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ ഭർത്താവ്. മുൻകാമുകന് തീർച്ചയായും അകത്ത് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് അവളെ ആശ്വസിപ്പിക്കുന്നു. എന്തായാലും പിറ്റേ ദിവസം അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ ഭർത്താവിന് പകരം മുൻകാമുകനെയാണ് അവൾ കാണുന്നത്. അയാൾ തന്റെ അരികിൽ കിടക്കുന്നത് കണ്ട് പെൺകുട്ടി ഞെട്ടുന്നു. ഭർത്താവ് എവിടെയാണെന്ന് അവൾ അയാളോട് അന്വേഷിക്കുന്നു. അയാൾ പറയുന്നത് അനുസരിക്കാമെങ്കിൽ ഭർത്താവിനെ കാണാൻ അനുവദിക്കാമെന്ന് അയാൾ പറയുന്നു. അയാൾക്ക് ബൈപോളാർ ഡിസോർഡർ എന്നൊരു അസുഖമുണ്ടായിരുന്നു. പെൺകുട്ടി അയാളുടെ സൈക്കോതെറാപ്പിസ്റ്റ് ആയിരുന്നു. വേദനാജനകമായ ഓർമ്മകൾ അയാൾ ഓർത്തെടുക്കുമ്പോൾ അവൾക്ക് അയാളുമായി പ്രണയത്തിലാവാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും ഒരുമിച്ചായതിനു ശേഷം അയാൾക്ക് അവളോടുള്ള പൊസസീവ്നെസ് അവൾക്ക് സഹിക്കാനായില്ല. അവൾ അയാളെ മരുന്നുപയോഗിച്ച് മയക്കിയതിനു ശേഷം 2 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ അടുത്ത് നിന്ന് ഓടിപ്പോകുന്നു. അന്ന് അയാളെ ഉപേക്ഷിച്ചതിന് പെൺകുട്ടി അയാൾ കുറ്റപ്പെടുത്തുന്നു. അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് പെൺകുട്ടി ചോദിക്കുന്നു. എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് ഒരു പാത്രം ന്യൂഡിൽസ് പാകം ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ന്യൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവൻ നിർമ്മിച്ചു കൊടുത്ത നെക്ലേസ് അവൾ ഇടാത്തതെന്ന് അവൻ ചോദിക്കുന്നു. ആ സ്ത്രീ മുമ്പ് തന്നെ ആ മാല വലിച്ചെറിഞ്ഞതിനാൽ ഒന്നും പറയുന്നില്ല. അയാൾ അവളോട് പറയുന്നു നാളെ മാല ധരിച്ച് അയാളെ കാണാൻ വന്നാൽ അവൾക്ക് അവളുടെ ഭർത്താവിനെ കാണാൻ സാധിക്കുമെന്ന്. ആ രാത്രിയിൽ ആ മാല പോലെ തോന്നിക്കുന്ന ഒരു മാല ധരിച്ച് അവൾ പുരുഷനെ കാണാൻ പോകുന്നു. ഭർത്താവ് എവിടെയാണെന്ന് ആ സ്ത്രീ ഉത്കണ്ഠയോടെ ചോദിക്കുന്ന കണ്ടപ്പോൾ അവളുടെ ഭർത്താവ് ആ കാറിലുണ്ടെന്ന് അയാൾ പറയുന്നു. ഭർത്താവിനെ അന്വേഷിക്കാൻ അവൾ തിടുക്കത്തിൽ അങ്ങോട്ടേക്ക് പോയി. എന്നാൽ അതിലൊരു അപരിചിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് യുവാവ് അവളോട് കള്ളം പറഞ്ഞതെന്ന് അവൾ തിരക്കുന്നു. പകരം എന്തിനാണ് ഒരു വ്യാജമാലയുമായി തന്നെ കാണാൻ വന്നതെന്ന് അവനും ചോദിക്കുന്നു. ആ മാല അവരുടെ സ്നേഹത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ കണ്ടാലും തനിക്ക് മനസ്സിലാവുമെന്ന് യുവാവ് പറയുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ മാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കയ്യിൽ അബദ്ധത്തിൽ മുറിവേൽക്കുന്നു. ഒരു തുള്ളി രക്തം മാലയിലേക്ക് വീഴുന്നു. അത് കണ്ട് സ്ത്രീ ആവട്ടെ മറ്റേ മാലയിൽ സ്വന്തം രക്തം ഇറ്റിക്കുന്നു. ഇങ്ങനെയാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതെന്ന് അവൾ പറയുന്നു. അവളുടെ ഈ പ്രവൃത്തി മൂലമാണ് മാല തിരികെ ലഭിക്കണമെന്ന് പുരുഷൻ ആഗ്രഹിക്കുന്നത്. പെൺകുട്ടി യുവാവിന്റെ അസാധാരണമായ പ്രണയം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ആ മാല അവൾ വർഷങ്ങളായി ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അതുമാത്രമല്ല താൻ ഇതിനോടകം വിവാഹിതയാണെന്നും ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ പുരുഷൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീട്ടിൽ മടങ്ങിയെത്തിയ പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഭർത്താവിന്റെ കോൾ ലഭിക്കുന്നു. വിവാഹമോചന കരാറിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അവളുടെ ഭർത്താവ് അവളെ വിളിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ സന്തോഷവാനായ അവളുടെ മുൻകാമുകനെ കാണുന്നു.